നീ ബാ 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 ചെവി നോക്കട്ടെ ബാ. ഇവിടെ ചെവിയിൽ കണ്ടോ ആരോ അടിച്ച് ചെവി. ചെവിക്ക് അടിച്ചിട്ട് ചെവി വയ്യ. ഇത് ഇന്നലെ രാത്രി മുതൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് ബഹളവും ഈ ചെവിയുള്ള ഭാഗം ഇങ്ങനെ വെറുതെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഒരച്ച് എന്നെ കാണിക്കുന്ന പോലെയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി വലിയ മൈൻഡ് കൊടുത്തിരുന്നില്ല. കാരണം വന്ന് കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരെ വീട്ടിനകത്തൊക്കെ കയറും. പിന്നെ മുൻപ് ഏകദേശം ഇതേപോലത്തെ തന്നെ വാലിത് കറക്റ്റ് ഇതാണ്. കളറ് മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അല്ല ഒരു 5 വർഷം മുമ്പ് 5-6 വർഷം മുമ്പ്. അപ്പോൾ അതിന് ഞാൻ കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ കേക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, വലിയ മൈൻഡ് കൊടുത്തില്ല. ഞാൻ വെച്ച് വെറുതെ ബഹളം വെക്കുന്നതാണെന്ന്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഇയാളിങ്ങനെ വീട്ടിനകത്ത് കയറി ഓടാനുള്ള പ്ലാനാണ്. എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചിരിക്കണം, ഇതാ പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിനകത്ത് കയറിയാൽ നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. ആ സമയത്തുണ്ട് ഞാൻ നോക്കിയതാണ്. ആ ചെവി കണ്ടോ, നല്ല ആരോ അടി എന്തോ കിട്ടിയതുപോലെ ഉണ്ട്. അതോ എന്താണെന്ന് അറിയില്ല. ആൾക്ക് നല്ല വേദനയുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഫുഡൊക്കെ കൊടുത്തു. പക്ഷേ വീടിനകത്ത് കയറ്റാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും ആരോ വളർത്തിയിരുന്ന പൂച്ചയാണെന്ന് മനസ്സിലായി. അപ്പം വളർത്തിയാൽ കൊള്ളാം, മര്യാദയ്ക്ക് വളർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചെന്തെങ്കിലും മുറിവോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ വെറുതെ ഇതാക്കാൻ പാടില്ല. പിന്നെ പൂച്ചയെന്ന് പറയുന്നൊരു സാധനം ആര് ഫുഡ് കൊടുക്കുമോ അവരെ വീട്ടിലോട്ടായിരിക്കും കൂറെന്ന് പറയുന്നത് കേൾക്കാം. എന്തായാലും ഒരു വയ്യായികയായിട്ട് വന്നതല്ലേ, അപ്പം പുറത്ത് തന്നെ നിൽക്കട്ടെ. ഫുഡൊക്കെ കൊടുത്തു. ആൾ റെഡിയായി ഉഷാറായിട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. വീട്ടിനകത്ത് കയറിയാൽ ഞാൻ വഴക്ക് പറയുമെന്നുള്ളത് ഒരൊറ്റ വഴക്കിൽ തന്നെ വെളിയിറങ്ങിപ്പോവും. പാവം, നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു ചെവി. അതിങ്ങനെ ആ ചെവി തന്നെ ഇങ്ങനെ ഇട്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നോക്കാം.